ഹലോ, വെൽക്കം ബാക്ക് ടു അഞ്ജലീസ് കറിവേൾ. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നുണ്ട് ഒരു സ്പെഷ്യൽ അപ്പം കേട്ടോ. സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. ഇതിൽ ഈസ്റ്റ് ചേർക്കണമെന്നില്ല. അതേപോലത്തെ ചെറിയ ചെറിയ ടിപ്സ് ഉണ്ട് കേട്ടോ. വീഡിയോ ഇട്ട് പോവാതെ കാണണേ. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ടായിരുന്നേ. 1 കപ്പ് നമ്മൾ ചോറില്ലേ, ആ ചോറ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിലേക്ക് 1 കപ്പ് നാളികേരം എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. സാധാരണ ഒരു പച്ചവെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് നല്ല ടേസ്റ്റില്ല അപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഈസ്റ്റൊന്നും ചേർക്കാതെ നന്നായിട്ട് സോഫ്റ്റായിട്ട് ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്കിത് മിക്സ് ചെയ്തിട്ട് വെക്കുക. അതിനുശേഷം ഒരു മിക്സിയുടെ ജാർ എടുക്കുക. ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് നമുക്ക് പകുതി വരെ ഒന്ന് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒന്ന് അരച്ച് കൊണ്ടുവരാം. ആ നാളികേരം പിന്നെ ചോറും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അത് നമുക്ക് നന്നായിട്ട് അരച്ച് കൊണ്ടുവരാം കേട്ടോ. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണേ. ഒരു 2-3 മിനിറ്റ് മതി കേട്ടോ. അരിപ്പൊടിയല്ലേ, പിന്നെ ചോറ് നാളികേരം മാത്രമല്ലേ അരിഞ്ഞ് കിട്ടുകയാണത്. അപ്പോൾ പെട്ടെന്നായിട്ട് അരച്ച് കൊണ്ടുവരാൻ പറ്റും. ഇനി ബാക്കിയുള്ളത് കൂടി നമുക്കിങ്ങനെ അരച്ച് കൊണ്ടുവരാം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. കണ്ട, ഇങ്ങനെ വേണം കേട്ടോ. ഇനി നമുക്കിത് കൈകൊണ്ടെങ്കിലും മിക്സ് ചെയ്തിട്ട് വെക്കുക. പെട്ടെന്ന് പൊളിച്ച് കിട്ടും കേട്ടോ. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നേരത്തെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഇടാണെന്നായിരുന്നു ഞാൻ വിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് നിങ്ങൾക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഈസ്റ്റ് ചേർക്കണമെന്നില്ല, ഒന്നും ചേർക്കണമെന്നില്ല എന്ന് പറഞ്ഞില്ലേ. ഒരു സവോള നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് അപ്പം ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇതിലേക്ക് ഈസ്റ്റ് ചേർക്കണമെന്നില്ല, ഒന്നും ചേർക്കണമെന്നില്ല കേട്ടോ. ഇത് മാത്രമല്ല, സവോളയുടെ മണമേ വരില്ല കേട്ടോ. മാവിന് ധൈര്യമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ മാവിന് പൊന്തി വന്നിട്ടുണ്ട്. നമുക്ക് ഈ സവോള മാറ്റാം കേട്ടോ. മാവിനൊരു സവോളയുടെ മണമേ ഉണ്ടാവില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പുളിച്ച് ദോശമാവ് ഉണ്ടാവില്ലേ, അതിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് കൂടി വെക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് അപ്പം ഉണ്ടാക്കിയിട്ട് എടുക്കാം. കണ്ട, ഞാനിപ്പോൾ അപ്പം ഉണ്ടാക്കി എടുക്കണമെന്നുണ്ട്. നമുക്കിത് അപ്പത്തിൻ്റെ മാവ് രാത്രി ഇങ്ങനെ ചെയ്തിട്ട് എടുത്താൽ മതിയിട്ട് രാവിലെ തന്നെ നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റേ. നല്ല ക്രിസ്പിയുള്ള അപ്പം റെഡിയായി കിട്ടും കേട്ടോ. കണ്ട, നമ്മളപ്പം റെഡി ആയിട്ടുണ്ട്. കണ്ട, സൂപ്പറായിട്ട് കിട്ടിയിട്ടില്ലേ. ഒരെണ്ണം കൂടി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ.
നല്ല സിമ്പിളായിട്ട് നമുക്ക് അപ്പം റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. കണ്ട നമ്മൾ അടിപൊളിയായിട്ട് അപ്പം റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. കണ്ട ഇങ്ങനെ കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, ട്രൈ ചെയ്ത് നോക്കാം. അരി കുതിർത്തണ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബീഫ് ഇഷ്ട റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഒരു വലിയ സവോല എടുത്തിട്ടുണ്ടായിരുന്നേ. മീഡിയം സവോലെങ്കിൽ 2 എടുത്താൽ മതിയിട്ട്. ഒരു മീഡിയം ക്യാരറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പൊട്ടറ്റോയും ഒരു ചെറിയൊരു പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെറിയൊരു പീസ് ഇഞ്ചിയും ഗ്രാമ്പും ഏലക്കയും പറ്റും എടുക്കുക. ഒരു 4 വെളുത്തുള്ളി എടുക്കുക കേട്ടോ. വെളുത്തുള്ളി നിന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വലുതായ കാരണം ചെറുതായാലും അങ്ങനെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി 2ാമത്തെ പാലെടുത്തിട്ടുണ്ട്, 1ാമത്തെ പാലെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി നമുക്ക് സൈഡിലേക്ക് വയ്ക്കുക. പിന്നെ ബീഫിനാണ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പില കൂടിയിട്ട് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പകുതി ഗ്ലാസ് വെള്ളം വെച്ചിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുപ്പത്തൊരു പാത്രം വയ്ക്കുക. ഇനി ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇനി ഇഞ്ചിയും ഗ്രാമ്പും ഏലക്കയും ഇതൊക്കെ കൂടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു സെക്കൻഡ് മതി കേട്ടോ. ഇങ്ങനെ മാറ്റിയെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് സവാള നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് വേണമെങ്കിൽ നമ്മൾ ബീഫ് വേവിക്കുമ്പോൾ കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ എടുത്തിട്ട് ഇതിലേക്ക് വേണമെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മളിഷ്ടം എങ്ങനെയാണ് അങ്ങനെ നോക്കി എടുത്താൽ മതിയേ. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് സോഫ്റ്റായിട്ട് വരണം കേട്ടോ. ഇനി സവോല ചെറുതായിട്ട് വാടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ക്യാരറ്റും 1 പൊട്ടാറ്റോയും ചേർത്ത് കൊടുക്കാം കേട്ടോ. പൊട്ടാറ്റോ കൂടുതൽ എടുക്കേണ്ട കേട്ടോ. പൊട്ടാറ്റോയുടെ ടേസ്റ്റ് ഉണ്ടാവേ. ഇനി ഇതൊന്ന് വാടി വരുമ്പോഴത്തേക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഒരു 2-3 മിനിറ്റ് മതി കേട്ടോ. അതിനുശേഷം നമുക്ക് ബീഫ് വേവിച്ചിട്ടുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആ ഗ്രേവിൻ്റെ കൂടിയിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഗ്രേവി വേണേ. അതാണ് ഒരു പകുതി ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ബീഫൊന്ന് വേവിച്ചിട്ട് എടുക്കുക കേട്ടോ. എടുത്തിട്ട് ഈ ഗ്രേവിയുടെ കൂടിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ പൊട്ടാറ്റോയ്ക്കും പിന്നെ ആ ക്യാരറ്റിനും മസാലയുടെ പിടിച്ച് കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവേ കഴിക്കുമ്പോൾ. അത് ഇതെല്ലാം ഇട്ട് കൊടുത്ത ശേഷം ഒരു 4-5 മിനിറ്റ് നമുക്ക് മൂടി വയ്ക്കുക കേട്ടോ. കണ്ട ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് 2ാം പാൽ ഒഴിച്ച് കൊടുക്കുക. ഒന്ന് തിക്കായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 2ാം പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കണ്ട ഇങ്ങനെ വേണം കേട്ടോ. ഈ സമയത്ത് നമുക്ക് നല്ലൊരു പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. എണ്ണ കുറിയ സമയത്ത് നമുക്കിതിലേക്ക് 1/2 പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത്രയുള്ള കേട്ടോ നമ്മൾ കറി റെഡി ആയിട്ടുണ്ട്.
ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇതിൽ നമ്മൾ പൊട്ടാറ്റോയും ക്യാരറ്റും ചേർത്ത് കൊടുത്തിട്ടില്ലേ, അത് വെന്തന്നെ നോക്കണം കേട്ടോ. ഓൾമോസ്റ്റ് നമ്മൾ കറി റെഡി ആയിട്ട് കിട്ടുന്നുണ്ട്. കണ്ട ഇത്രയല്ല കേട്ടോ. ഇനി കുറച്ചുകൂടി ചേർത്ത് എടുക്കാനുണ്ട്. കുറച്ചുകൂടി നാളികേരപ്പാൽ നമുക്ക് ചേർത്ത് എടുക്കാം കേട്ടോ. കട്ടിയുള്ള നാളികേരപ്പാൽ കുറച്ച് ചേർത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പില ഇട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ടില്ല. ഇത്രയല്ല കേട്ടോ നമ്മൾ കറി റെഡി ആയിട്ടുണ്ട്. ഇത്രയല്ല കേട്ടോ നമ്മൾ കറി റെഡി ആയിട്ടുണ്ട്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.